السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്നപോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മുടെ ഈ സന്ധ്യാ സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന വിശിഷ്ട നാമമാണ്. അള്ളാഹുവിൻ്റെ സത്തയിലും അവൻ്റെ വിശേഷണങ്ങളിലും അപ്രകാരം അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിലുമെല്ലാം അള്ളാഹുവിൻ്റെ ഏകത്വം അറിയിക്കുന്ന അവൻ്റെ നാമമാണ് അൽ അഹദ്. അള്ളാഹുവിന് തുല്യനായി അള്ളാഹു മാത്രം. അൽ അഹദ് എന്നുള്ള നാമം അള്ളാഹു മാത്രമാണ് പടപ്പുകളുടെ ആരാധനക്കർഹൻ എന്നത് അറിയിക്കുന്നതിനാൽ അത് ഖുറൈശികളെ, ബഹുദൈവ വിശ്വാസികളെ ഏറെ ചൊടിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം നമ്മോട് അതിൻ്റെ കഥകൾ പറയുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ ചാട്ടവാറടി ഏൽക്കുമ്പോൾ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് അഹദുൻ അഹദുൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിന്മേൽ കല്ല് കയറ്റി വെച്ച് അദ്ദേഹത്തെ പീഡിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ കല്ലിന് ചുവട്ടിൽ പറഞ്ഞിരുന്നത് അഹദുൻ അഹദുൻ എന്നാണ്. കെട്ടിവലിക്കുവാൻ അദ്ദേഹത്തെ മക്കയിലെ വികൃതികൾക്ക് യജമാനന്മാർ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അഹദുൻ അഹദുൻ എന്നാണ്. ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ അദ്ദേഹത്തെ സൂര്യന് ചുവട്ടിൽ തളച്ചിട്ട് മരുപ്പറമ്പിൻ്റെ ചൂടേൽക്കുമ്പോൾ അന്ന് ബിലാൽ പറഞ്ഞിരുന്നത് അഹദുൻ അഹദുൻ എന്നാണ്.
ഇമാം ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു സബ്അത്തുൻ, ആദ്യമായി ഇസ്ലാം പുറത്തു പറഞ്ഞ പ്രകടിപ്പിച്ച ആളുകൾ 7 പേരാണ്. റസൂലുള്ളാഹ്, ഒന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം, വ അബൂബക്കർ, രണ്ടാമത്തേത് അബൂബക്കർ, വ അമ്മാർ, അതേപോലെ അമ്മാർ, പിന്നെ വ ഉമ്മുഹു സുമയ്യ, അമ്മാറിൻ്റെ മാതാവ് സുമയ്യ ബിന്ത് ഖബ്ബാത്ത് റളിയല്ലാഹു തആല അൻഹ, പിന്നെ വ സുഹൈബിനു റൂമി, പിന്നീട് ബിലാൽ, നമ്മളുടെ വിഷയത്തിൽ പരാമർശമായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, പിന്നീടൊന്ന് അൽ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു. ഇവർ ആദ്യം ഇസ്ലാം പ്രകടിപ്പിച്ച 7 പേരാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയണം. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഫഅമ്മാ റസൂലുള്ളാഹ് ഫമനഅഹു അല്ലാഹു ബിഅമ്മിഹി അബീ ത്വാലിബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു, തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബൂ താലിബിനെ കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബൂ താലിബ് എന്നവരെ കൊണ്ട് ശത്രുക്കളിൽ നിന്ന് അള്ളാഹു റസൂലിനെ സംരക്ഷിച്ചു. ആ ചരിത്രം നമുക്കറിയാം. അബൂ താലിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫി തുറാബി ജമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ താലിബ് പറയാറുണ്ട്, ഖുറൈശികൾ ആ സകലം ഒന്നടങ്കം ഒത്തുകൂടിയാലും എൻ്റെ നെറ്റി ഞാൻ മരിച്ച് മണ്ണിൽ കുത്തുവോളം അവർ നിൻ്റെ അടുക്കലേക്ക് എത്തൂല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞായിരുന്നു അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളെ കാത്തിരുന്നത്. അതാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്, റസൂലിനെ കാക്കാൻ അബൂ താലിബ് ഉണ്ടായിരുന്നു. വ അമ്മ അബൂബക്കർ ഫമനഅഹു അല്ലാഹു ബിഖൗമിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഖൗമുണ്ടായിരുന്നു. ഖൗം എന്ന് പറഞ്ഞാൽ ബനു തൈം ഗോത്രം, ഖുറൈശികളിൽ ഒരു ഉപഗോത്രമാണ് ബനു തൈം. ആ ഗോത്രക്കാരനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ബനു തൈം ഗോത്രം അബൂബക്കറിനെ സംരക്ഷിക്കാനുണ്ടായി. വ അമ്മ സായിറുഹും, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അമ്മാർ, സുമയ്യ, സുഹൈബ്, ബിലാൽ, അൽ മിഖ്ദാദ് ഇബ്നു അംർ, ഇവരൊക്കെ എന്താ അവരുടെ അവസ്ഥ? ഫഅഖദഹുമുൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ അവരെ പിടികൂടി. എന്നിട്ടോ വഅൽബസൂഹും അദ്റഅൽ ഹദീദ്, ഇരുമ്പിൻ്റെ വസ്ത്രം, അങ്കി അവരെ അണിയിപ്പിച്ചു. ഈ മുസ്ലിമീങ്ങളെ ഇരുമ്പിൻ്റെ അങ്കി അവർ ധരിപ്പിച്ചു, മുസ്ലിമീങ്ങളെ ധരിപ്പിച്ചു. എന്നിട്ട് വസഹറൂഹും ഫിഷംസ്, സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇവരെ ഈ അങ്കി അണിയിപ്പിച്ച് ചൂടാക്കി. പൊരിക്കുക അറിയില്ലേ, അതാണ് അതിൻ്റെ ആശയം. ഫമാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഖദ് വാതാഹും അലാ മാ അറാദു, ആ കൊടിയ ചൂടേറ്റ് ഈ സാധുജനങ്ങൾ അവർ ആക്രമിക്കപ്പെടുമ്പോൾ ഖുറൈശികൾ അവരോട് എന്താണ് ചോദിച്ചത്? ഖുറൈശികൾക്ക് അത് നൽകിയിട്ടുണ്ട്. ഖുറൈശികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അത് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇല്ല ബിലാലൻ, ബിലാൽ ഒഴിച്ച്. പീഡനം അതിൻ്റെ സകല സീമകളും താണ്ടുമ്പോൾ കുഫാറുകൾ എന്താണ് ആവശ്യപ്പെട്ടത്? അത് ആ മുസ്ലിമീങ്ങൾ അവർക്ക് നൽകിയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിലാൽ ഒഴിച്ച്. എന്താ ബിലാലിനെ കുറിച്ച് പറയുന്നത്? ഫഇന്നഹു ഹാനത് അലൈഹി നഫ്സുഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബിലാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നഫ്സ്, ശരീരം അദ്ദേഹത്തിന് വളരെ നിസ്സാരമായി തോന്നി. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു തആല എന്ത് ചെയ്ത്?
അവർ പിടികൂടി. ബിലാൽ ഒരിക്കലും മുശ്രിക്കീങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുകയോ പീഡനം മുറുകിയപ്പോഴും അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയോ ബിലാൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ബിലാലിനെ അവർ പിടികൂടുകയും ഫഅതൗഹുൽ വിൽദാൻ, മക്കയിലെ കുട്ടികൾക്ക് ബിലാലിനെ അവർ പിടിച്ചു നൽകി. അങ്ങനെ ഫജഅലു, ഈ കുട്ടികൾ യതൂഫൂന ബിഹി, ബിലാലിനെ കൊണ്ട് ചുറ്റാൻ തുടങ്ങി. ഫി ശിആബി മക്ക, മക്കയിലെ മലഞ്ചെരിവുകളിലൂടെ ബിലാലിനെ വലിച്ച് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ആര്? മക്കയിലെ ഈ വികൃതികളായ ഈ യജമാനന്മാർ ഏൽപ്പിച്ചു കൊടുത്ത കുട്ടികൾ. എന്താ ഹദീസിൽ പറയുന്നത്? ബിലാലിനെ കുട്ടികൾ മക്കയിലെ മലഞ്ചെരിവിൽ വലിച്ചിഴക്കുമ്പോഴെല്ലാം വഹുവ യഖൂൽ, ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരുന്നു, അഹദുൻ അഹദ്, അഹദുൻ അഹദ് എന്ന്. എന്താ ഈ അഹദുൻ അഹദ്? അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കണം. അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുകയാണ്. എപ്പോഴാണ് ഏകത്വം പ്രഖ്യാപിക്കുന്നത്? അത് തനിക്ക് കൊടിയ പീഡനങ്ങൾ സമ്മാനിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇതുണ്ടല്ലോ, ഇബ്നു മസ്ഊദ് ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾപ്പെട്ട ഒരാളാണ്. ബിലാൽ റളിയല്ലാഹു തആല ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ആ പീഡനത്തെ അദ്ദേഹം അഹദുൻ അഹദുൻ എന്ന് ഓതിക്കൊണ്ടാണ് എതിരേറ്റത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. അംർ ഇബ്നു അബസ അസ്സുലമി ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 4 പേരിൽ ഒരാൾ ഞാനാണ് എന്ന് പറയുന്നുണ്ട്. 4 പേരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉള്ളവരായിരിക്കാം. ഏതായാലും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹവും. അദ്ദേഹം പറയുന്നത്, ഇന്നി കുൻതു ഫീൽ ജാഹിലിയത്തി അറാ അന്നന്നാസ അലാ ളലാല, ജാഹിലിയത്തിൽ ഞാനായിരുന്നപ്പോൾ ജനങ്ങൾ വഴികേടിലായിട്ട് ഞാൻ കാണുന്നുണ്ട്. വഅന്നഹും ലൈസു അലാ ശൈ, ജാഹിലിയത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആളുകൾ ഒരാദർശത്തിലും അല്ല. വഹും യഅ്ബുദൂന അൽ ഔസാൻ, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അങ്ങനെയാണ് അവർ ഉണ്ടായിരുന്നത്. ഫസമിഅതു ബിറജുലിൻ ബിമക്കത യുഖ്ബിറു അഖ്ബാറൻ, അപ്പോഴാണ് ഞാൻ മക്കയിൽ ഒരു വ്യക്തി ചില വാർത്തകൾ പറയുന്നതായി കേൾക്കുന്നത്. അംർ ഇബ്നു അബസ പറയാണ്, അങ്ങനെ ഫഖഅതു അലാ റാഹിലതി ഫഖദിംതു അലൈഹി, ഞാൻ ബനൂ സുലൈം ഗോത്രത്തിൽ നിന്ന് എൻ്റെ വാഹനപ്പുറത്ത് കയറിയിട്ട് മക്കയിലേക്ക് വന്നു. ഫൈദാ റസൂലുള്ളാഹി മുസ്തഖ്ഫിയൻ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനത്തിലല്ല, പിന്നെയോ ഒളിഞ്ഞ് പ്രബോധനം നടത്തുന്ന ആളാണ്. ജുറാഉ അലൈഹി ഖൗമു, റസൂലുള്ളാഹിക്ക് എതിരിൽ ജനത, നാട്ടുകാർ തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഫതലത്തഫ്തു, ഞാൻ വളരെ കരുതലോടെയാണ് പെരുമാറിയത്. ഹത്ത ദഖൽതു അലൈഹി ബി മക്ക, മക്കയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഫഖുൽതു ലഹു, അംർ ഇബ്നു അബസ പറയാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ചോദിച്ചു, മാ അൻ, നിങ്ങൾ ആരാണ്? അപ്പോൾ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന നബി, ഞാൻ നബിയാണ്. ഫഖുൽതു, അപ്പോൾ അംർ ഇബ്നു അബസ പറയാണ്, ഞാൻ ചോദിച്ചു, മാ നബി, എന്താ ഈ നബി? അപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർസലനി അല്ലാഹ്, അള്ളാഹു എന്നെ റസൂലായി, ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഫഖുൽത്, ഞാൻ ചോദിച്ചു, വബി അയ്യി ഷൈഇൻ അർസലക, എന്ത് സന്ദേശം നൽകിയാണ് നിങ്ങളെ അള്ളാഹു നിയോഗിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അർസലനി അല്ലാഹ് ബിസിലത്തിൽ അർഹാം വഅൻ തുഹ്ഖന ദിമാ വതുഅമ്മന സുബുൽ വതുകസ്സറൽ ഔസാൻ വയുഅബദല്ലാഹ് വഹ്ദഹു ലാ യുശ്റകു ബിഹി ഷൈ. എന്താ? കുടുംബബന്ധം ചേർത്തണം, മനുഷ്യരക്തം സംരക്ഷിക്കപ്പെടണം, ആളുകൾക്ക് അവരുടെ വഴികളിൽ മാർഗങ്ങളിൽ നിർഭയത്വം അരുളപ്പെടണം, വിഗ്രഹങ്ങൾ അത് തകർക്കപ്പെടണം, അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കപ്പെടാൻ പാടുള്ളതല്ല തുടങ്ങിയ കാര്യങ്ങൾ അത് ഓതിക്കൊണ്ടാണ് അള്ളാഹു എന്നെ റസൂലായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ഇബ്നു അബസയോട് പറഞ്ഞു.
അപ്പം അംർ ഇബ്നു അബ്സ പറയാണ്, നിഅമ അർസലക ബി, എത്രയെത്ര നല്ല ആശയങ്ങൾ കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ഫമൻ മഅക അലാ ഹാദാ, എന്നിട്ട് അംർ ഇബ്നു അബ്സ പറയാണ്, മുഹമ്മദ് നിങ്ങളുടെ കൂടെ ഈ ആദർശം ഉൾക്കൊണ്ട ആള് ആരാണുള്ളത്, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹുർറുൻ വ അബ്ദ്, ഹുർറുൻ വ അബ്ദ്, ഒരു സ്വതന്ത്രനുണ്ട് ഒരു അടിമയുണ്ട്. ആരാ സ്വതന്ത്രൻ? അംർ ഇബ്നു അബ്സ പറയാണ് ഫൈദാ മഅഹു അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ, റസൂലുള്ളാഹിൻ്റെ കൂടെ അപ്പോൾ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫയുണ്ട്. വ ബിലാലുൻ മൗല അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മൗലയായ ബിലാലുമുണ്ട് എന്ന് അദ്ദേഹം അനുബന്ധമായിട്ട് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഖുൽത്ത് ഇന്നി ഉഷ്ഹിദുക് അന്നി ഖദ് ആമൻതു ബിക് വസദ്ദഖ്തുക്. അവിടെ വെച്ച് അംർ ഇബ്നു അബ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും നബിയെ സത്യപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, മുഹമ്മദ് ഞാൻ നിങ്ങളുടെ കൂടെ അംകുസു മഅക്, നിങ്ങളുടെ കൂടെ ഞാൻ താമസിക്കട്ടെ മക്കയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വേണ്ട, ഇപ്പം നിങ്ങൾ താമസിക്കണ്ട, എൻ്റെ അവസ്ഥ, എന്നിൽ വിശ്വസിച്ചവരുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളിയും. എപ്പോഴാണോ ഞാൻ വിജയ വരിക്കുന്നത്, തെളിയുന്നത്, അന്ന് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അംർ ഇബ്നു അബ്സയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയക്കുകയാണ് ചെയ്തത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജറക്കൊക്കെ ശേഷം മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽക്കോയ്മയുണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിൽ അംർ ഇബ്നു അബ്സ പിന്നീട് നബിയെ മദീനയിൽ വന്ന് കാണുകയാണ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബിയുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ അറിയോ, ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയം പുതുക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ബിലാൽ റളിയല്ലാഹു തആലാൻ്റെ അവസ്ഥ അറിയാനാണ്. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് വർത്തിക്കുവാൻ പലപ്പോഴും ഉണ്ടായിരുന്നത് ഒരു സ്വതന്ത്രനും ഒരു അടിമയും. സ്വതന്ത്രൻ അബൂബക്കർ, അടിമ ബിലാൽ. ബിലാൽ അന്ന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കീഴിലായിരുന്നു. കാരണം ബിലാലിൻ്റെ യജമാനൻ യഥാർത്ഥത്തിൽ ഉമയ്യത്ത് ഇബ്നു ഖലഫാണ്. ഉമയ്യ ഇബ്നു ഖലഫാണ്. മഹാദുഷ്ടനായിരുന്നു ഉമയ്യ. ഉമയ്യ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു. ആ ഉമയ്യയുടെ കീഴിലുള്ള അടിമ ഇസ്ലാമിൻ്റെ വാക്താവ് ബിലാൽ. ബിലാലാകട്ടെ അടിമ. അതുകൊണ്ട് തന്നെ ഉമയ്യ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല ബിലാലിന് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ കിടത്തിയത്. അപ്പോൾ ബിലാൽ പറഞ്ഞത് അഹദുൻ അഹദ്, നമ്മൾ കേട്ട്. അദ്ദേഹത്തിന് നെഞ്ചിൽ പാറ കയറ്റി വെച്ചു. ആ പാറക്കടിയിൽ ബിലാൽ പറഞ്ഞു അഹദുൻ അഹദ്. ചാട്ടവാർ കൊണ്ട് ഉമയ്യയും ഉമയ്യയുടെ കൂടെയുള്ള അബൂജഹലിനെ പോലുള്ളവരും ബിലാലിനെ അടിച്ചു ദ്രോഹിച്ചു. ആ അടിയേൽക്കുമ്പോഴും ബിലാൽ പറഞ്ഞത് അഹദുൻ അഹദ്. അതൊന്നും അവരുടെ പക തീർക്കാൻ പോരാത്തതിൽ പിന്നെയാണ് മക്കയിലെ കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത കഥ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത്. കയറിൽ കെട്ടി വികൃതികൾക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ വികൃതികൾ മക്കയിൽ അദ്ദേഹത്തെ മലഞ്ചെരുവുകളിൽ വലിച്ചിഴക്കുമ്പോൾ ആ വലിച്ചിഴക്കപ്പെടലിലും അന്ന് ബിലാൽ പ്രഖ്യാപിച്ചത് അഹദുൻ അഹദാണ് എന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവം. എന്താ ഈ അഹദുൻ അഹദുൻ അറിയിക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്നുള്ള പേര് അതർത്ഥമാക്കുന്നത് എന്തോ അതാണ് ഈ വിളിയിലും തെളിയുന്നത്. അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്നുള്ള പേരറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ സത്താ വിശേഷണമാണ്. അള്ളാഹുവിന് തുല്യമായിട്ട് വേറൊന്നില്ല. അള്ളാഹു ഏകൻ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പലതും വായിക്കുന്നുണ്ട്. ആ വിശേഷണങ്ങളിലൊക്കെയും അള്ളാഹു ഏകൻ, അള്ളാഹുവിന് പങ്കുകാരില്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹു ഏകൻ, ആ പ്രവൃത്തിക്കൊത്ത പ്രവൃത്തി വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹു ചോദിച്ചു ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് പേരൊത്തത് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ആ ചോദ്യം. അപ്പം അള്ളാഹുവിന് പേരൊത്തതില്ല, അള്ളാഹുവിന് തുല്യമായതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകതയാണ് അവൻ അൽ അഹദ്, അവൻ ഏകനാണ് എന്നുള്ളത്. ബദർ യുദ്ധത്തിൽ ബദറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അടർക്കളത്തിൽ പോരാടിയപ്പോൾ അവരെന്താ പ്രഖ്യാപിച്ചിരുന്നത്? അവർ പ്രഖ്യാപിച്ചിരുന്നത് മുശ്രിക്കിന് ഏറ്റവും കൂടുതൽ അവൻ്റെ ഈർഷ്യതയെ ഇളക്കുന്ന ആശയാണ്.
മുശ്രിക്കിനെ ഏറ്റവും കൂടുതൽ അവൻ്റെ ഈർഷ്യത ഇളക്കുന്ന ആശയാണ് മുസ്ലിമീങ്ങൾ ബദറിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതെന്താ? അത് അഹദുൻ അഹദുൻ എന്നായിരുന്നു. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ചിഹ്നം ബദറിൽ അഹദുൻ അഹദ് എന്നാണ്. ബിലാൽ പണ്ട് പ്രഖ്യാപിച്ച അഹദ് അതന്നെ. അതുകൊണ്ട് തന്നെ ബദറിൻ്റെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ തൻ്റെ സൈന്യത്തോട് പറയാണ്, വഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്, ഭുവനങ്ങളുടെ വിശാലതയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ. യുദ്ധക്കളത്തിലേക്ക് എഴുന്നേൽക്കൂ എന്നല്ല പറഞ്ഞത്, പിന്നെ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോൾ അതിനോട് ബദരീങ്ങൾ പ്രതികരിച്ചത് അഹദുൻ അഹദുൻ എന്ന് പറഞ്ഞാണ്. ആ സന്ദർഭത്തിൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണാം, മുശ്രിക്കുകൾ ഇളകി. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിൻ്റെ മകൻ അബ്ദുള്ള ഉണ്ടായിരുന്നു. അതേപോലെ സംഅത്ത് ഇബ്നുൽ അസ്വദിൻ്റെ മകൻ അബ്ദുള്ള ഉണ്ടായിരുന്നു. അബ്ദുള്ള ഇബ്നു സംഅ എന്ന് പറഞ്ഞാൽ സൗദ ബിൻത് സംഅയുടെ സഹോദരൻ. സൗദ ബിൻത് സംഅ ആരാ? സൗദ റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്. സഹോദരൻ അബ്ദുള്ള. അതേപോലെ അബൂ ഖൈസ് ഇബ്നുൽ ഫാക്കിഹ്, അബൂ ഖൈസ് ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ, പിന്നെ ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകൻ അലി, അൽ ആസ് ഇബ്നു മുനബ്ബഹ്, ഇവരൊക്കെ അതിലുണ്ടായിരുന്നു. ആസ് ഇബ്നുൽ മുനബ്ബഹ്, അലി ഇബ്നു ഉമയ്യ ഇബ്നു ഖലഫ്, അബൂ ഖൈസ് ഇബ്നു വലീദ് ഇബ്നുൽ മുഗീറ, അബൂ ഖൈസ് ഇബ്നുൽ ഫാക്കിഹ്, അൽ ഹാരിസ് ഇബ്നു സംഅ, പിന്നെ അബ്ദുള്ള ഇബ്നു സുഹൈൽ. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മുശ്രിക്കീങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത, ഇവർ ഇസ്ലാമിനോട് കൂറുള്ളവരും ഇസ്ലാം മക്കയിൽ പുൽകിയവരാണ്. പക്ഷെ അവർക്ക് എന്ത് വേണ്ടി വന്നു? അവർ ഹിജറ പുറപ്പെട്ടില്ല. ഹിജറ നിർബന്ധമായിരുന്നു, പക്ഷെ അവർ ഹിജറ പുറപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ മുശ്രിക്കീങ്ങൾ നിർബന്ധിച്ചെന്ത് ചെയ്തു? ഇവരൊക്കെ ബദറിലേക്ക് നയിച്ചു. നിർവാഹമല്ല, അവരുടെ കൂടെ അല്ലാതെ. പക്ഷേ ആരുടെ കൂടെ ഉള്ളത്? മുശ്രിക്കീങ്ങളുടെ കൂടെ ഉള്ളത്. ഇവരൊക്കെ മുശ്രിക്കീങ്ങൾ കൊണ്ടുവന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, പക്ഷേ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഇസ്ലാമിനോട് കൂറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? ബദറിലേക്ക് പുറപ്പെട്ടില്ലേ? മുസ്ലിമീങ്ങൾ അഹദുൻ അഹദുൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇത് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ആളുകൾ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് അബ്ദുള്ള ഇബ്നു സുഹൈൽ ഇബ്നു അംർ മുസ്ലിമീങ്ങൾ അഹദുൻ അഹദുൻ എന്ന് പ്രഖ്യാപിച്ച പിന്നെ അവിടെ നിന്നില്ല. അതെന്ത് ചെയ്തു? ശത്രുപക്ഷത്തു നിന്ന് ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് ചേർന്നു. കൂടെയുള്ളവർക്ക് അതിന് അവസരം ഉണ്ടായില്ല. അബ്ദുള്ള ഇബ്നു സുഹൈൽ ഇബ്നു അംർ. ഈ സുഹൈൽ ഇബ്നു അംർ ആരാ? സുഹൈൽ ഇബ്നു അംറാണ് അബൂജന്തലിൻ്റെ ഒക്കെ വാപ്പ. സുഹൈൽ ഇബ്നു അംറാണ് മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ എഴുത്തുകാരനായിരുന്നു നിശ്ചയിച്ച മറുപക്ഷത്താരാ? സുഹൈൽ ഇബ്നു അംറാണ്. ഈ സുഹൈൽ ഇബ്നു അംർ പിന്നീട് സുഹൈൽ ഇബ്നു അംർ മക്ക ഫത്തഹിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഹുദൈബിയയുടെ നാൾ വരേക്കും ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് ആര്? സുഹൈൽ ഇബ്നു അംർ. ഇസ്ലാമിൻ്റെ വലിയ ശത്രുവാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ അർ റഹ്മാനുർ റഹീം വായിക്കാൻ പറഞ്ഞത്. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോന്ന് പറഞ്ഞത്. സുഹൈൽ ഇബ്നു അംറും മുഹമ്മദും റസൂലുള്ളയും എഴുതുന്ന കരാർ എന്ന് എഴുതിയപ്പോൾ എന്താ എഴുതിയത്? മുഹമ്മദുർ റസൂലുള്ള വായിക്കാൻ പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതാൻ പറഞ്ഞു. മുശ്രിക്കുകളുടെ പക്ഷത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വരുന്നവരെ തിരിച്ചു കൊടുക്കണമെന്നും മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും മുശ്രിക്കുകളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ചു നൽകൂല എന്നുള്ള ഉടമ്പടി എഴുതി. അത് എഴുതിയെന്നുള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ എഴുതുന്ന സുഹൈലിൻ്റെ മകൻ അബൂജന്തൽ വരുന്നത്. വിലങ്ങിൽ ബന്ധനത്തിൽ ചാടി വരികയാണ്. അപ്പോൾ സുഹൈൽ അവിടെ എഴുത്തുകോലി വെച്ചിട്ട് പറയാണ്, ആദ്യം ഇവനെ തിരിച്ചു തരണം. ആരെ? അബൂജന്തലിനെ തിരിച്ചു തരണം. അബൂജന്തൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വാപ്പ ചങ്ങലക്കിട്ടതാണ് മക്കത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഹുദൈബിയയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, ഹുദൈബിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ജിദ്ദയിൽ പോകുമ്പോൾ ഷുമൈസി എന്ന് പറയുന്ന സ്ഥലം, ജിദ്ദയോടടുത്ത് മക്കയുടെയും ജിദ്ദയുടെയും ഇടയിൽ, മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ പോയാൽ അവിടെയാണ് ഷുമൈസി, ഹുദൈബിയ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി എന്ന് പറഞ്ഞപ്പോൾ ബന്ധനത്തിൽ നിന്ന് ചാടി വരികയാണ് ആര്? അബൂ ജന്തൽ. അപ്പോഴാണ് വാപ്പാൻ്റെ മുന്നേക്കാ ചാടി എത്തുന്നത്. അപ്പോൾ അവിടുന്ന് പറയാണ്, വ്യവസ്ഥ പ്രകാരം ആദ്യം മടക്കി തരേണ്ടത് ഇവനെയാണ്, ഈ അബൂ ജന്തലിനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുഹൈൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടില്ല, ഉടമ്പടി എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സുഹൈൽ എഴുത്തുകൊല വെച്ചിട്ട് പറയാണ്, എന്നാൽ ഇനി എഴുതേണ്ട കാര്യമില്ല, അവനെ തിരിച്ചു തരണില്ലെങ്കിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയാണ്. അങ്ങനെ അബൂ ജന്തൽ തിരിച്ചു നൽകപ്പെടുകയാണ്. അദ്ദേഹം വിളിച്ചു കൂവുകയാണ്, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചു നൽകരുത്. അപ്പോൾ റസൂലുള്ളാഹി ആശ്വസിപ്പിക്കുകയാണ്, അബൂ ജന്തൽ നിങ്ങൾ മടങ്ങിക്കൊള്ളി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആശ്വാസം നൽകും, മോക്ഷം അരുളും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചയക്കണത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ സുഹൈൽ ഇബ്നു അംറിൻ്റെ മകനാണ് ആര്? ഈ അബ്ദുള്ള. പക്ഷെ അബ്ദുള്ള എന്ത് ചെയ്തു? അഹദുൻ അഹദുൻ എന്ന് ബദറിൽ വിളി കേട്ടപ്പോൾ എന്ത് ചെയ്തു? അങ്ങോട്ട് ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തി. പക്ഷേ മറ്റുള്ളവർക്ക് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ബദറിൽ കൊല്ലപ്പെട്ടവരിൽ അവർ കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളിൽ പിന്നെ ചിലർ അവരുടെ കണിയിൽപ്പെട്ടു. കാരണം അവർക്ക് ഹിജറ പോരാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവർ ഹിജറ പോന്നില്ല. അത് അവരുടെ വീഴ്ചയായിരുന്നു. ഹിജറ പോരാൻ അവസരം ഉണ്ടായിട്ടും ഹിജറ പോരാതെ അവിടെ തങ്ങിയത് കാരണത്താൽ അത് അവരുടെ വീഴ്ചയാണ്. അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ ആയത്തിറങ്ങിയത്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഖാലു ഫീമ കുൻതും ഖാലു കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ് ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. തങ്ങൾ അക്രമികളാണെന്ന നിലക്ക് മലക്കുകൾ ആത്മാവിനെ പിടികൂടിയ ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. മലക്കുകൾ അവരുടെ ആത്മാവിനെ പിടികൂടിയപ്പോൾ മലക്കുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏതൊരു ആദർശത്തിലായിരുന്നു എന്ന്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ഭൂമിയിൽ മർദ്ദിതരായിരുന്നു എന്ന്. അപ്പം മലക്കുകളുടെ പ്രതികരണം, അള്ളാൻ്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജറ പോയിക്കൂടായിരുന്നോ? ഹിജറക്ക് അവസരം ഉണ്ടായി, അവർക്ക് ഹിജറക്ക് പോകാനുള്ള സാഹചര്യം ഒത്തു. പക്ഷേ ഹിജറ പോകാതെ തങ്ങിയത് കാരണത്താലാണ് എന്ത് സംഭവിച്ചത്? ബദർ യുദ്ധം സംജാതമായപ്പോൾ മുശ്രിക്കീങ്ങൾ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആയുധമേന്താൻ നിർബന്ധിച്ച് കൊണ്ടുവരികയുണ്ടായത്. അതുകൊണ്ട് അത് അവരുടെ വീഴ്ചയായിട്ട് ഇവിടെ ഉണർത്തപ്പെടുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ബദറിൽ മുസ്ലിമീങ്ങൾ, ബദരീങ്ങൾ ഘോഷിച്ച, പ്രഖ്യാപിച്ച അവരുടെ ഒരു ചിഹ്നമായിരുന്നു അഹദുൻ അഹദുൻ എന്നത്. അതെന്താണ് അറിയിക്കുന്നത്? അതറിയിക്കുന്നത് ശത്രുക്കളുടെ ഈറയെ ഇളക്കുന്ന, അവരുടെ മനോനില തെറ്റിക്കുന്ന ആശയാണ് അത് അറിയിക്കുന്നത്. അഹദുൻ, അള്ളാഹു അവൻ ഏകനാണ്. അവൻ്റെ സത്തയിലും അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ വിശേഷണങ്ങളിലും അവനുള്ള അവകാശങ്ങളിലും. അതുകൊണ്ട് തന്നെ അവനെ ആരാധിക്കാവൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അള്ളാഹുവിന് അവൻ അഹദ് എന്ന് പറയുമ്പോൾ ലാ മസീൽ, തുല്യമായത് വേറൊന്നില്ല. ലാ നിദ്, അള്ളാഹുവിന് സമമായി മറ്റാരുമില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അവൻ ഏകൻ എന്ന് പ്രഖ്യാപിക്കുക. മുശ്രിക്കീങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് നിൻ്റെ റബ്ബിൻ്റെ നസബ് ഒന്ന് പറയണമെന്ന്, റബ്ബിൻ്റെ അഡ്രസ്സ് പറയാൻ പറയാണ്. അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടായത്? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അള്ളാഹു അവൻ ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു അവൻ പരാശ്രയമുക്തനാണ്, നിരാശ്രയനാണ്, എല്ലാവർക്കും ആശ്രിതനായിട്ടുള്ളവനാണ്. അള്ളാഹു അവൻ എല്ലാവർക്കും ആശ്രയം അരുളുന്നവനാണ്. എന്നാൽ അള്ളാഹ്ക്ക് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത അസ്സമദാണ് അള്ളാഹു. ലം യലിദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ഒരാളുടെയും സന്തതിയായിട്ടോട്ട് ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായത് യാതൊന്നുമില്ല. അള്ളാഹ്ക്ക് തുല്യമായിട്ട് അള്ളാഹു മാത്രം വളരെ ചെറിയ
4 ആയത്തുകളിൽ, ചെറിയ ആയത്തുകളിൽ അള്ളാഹു ആര് എന്നത് സുന്ദരമായിട്ട് അറിയിച്ചു. അതിൽ തെളിയുന്ന ആശയം അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വമാണ്, അവൻ അതുല്യനാണ് എന്നുള്ളതാണ് തെളിയുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്നുള്ള നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അതറിയിക്കുന്ന ഒരു ചിഹ്നമാണല്ലോ നമ്മൾ തശഹുദിൽ വിരലുയർത്തൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കണുണ്ട്. അപ്പോൾ അദ്ദേഹം 2 വിരൽ ഉയർത്തിയിരുന്നു. 2 വിരൽ തശഹുദിലിരുന്നിട്ട്, നമ്മൾ തശഹുദിലിരുന്നാൽ എന്താ ചെയ്യുക? ഒന്നാമത്തെ തശഹുദിലും 2ാമത്തെ തശഹുദിലും ഒക്കെ ഇരുന്നാൽ നമ്മൾ വിരൽ ഉയർത്തും. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുമ്പോൾ ഉയർത്തുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള ധാരാളം തിരുമൊഴികളിൽ, ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഖഅദ ലിത്തശഹുദി, തശഹുദിനിലിരുന്നാൽ റഫഅ ഉസ്ബുഅഹു, തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു എന്നാണ്. തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു. അതെങ്ങനെ ഉയർത്തുമായിരുന്നു? അതിൽ വിവിധ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ വിരലുകൾക്കൊക്കെ ഓരോ പേരുണ്ട്. ഇതിന് ഖിൻസർ എന്നാ പറയുക, ചെറു വിരലിന്. മോതിര വിരലിന് ബിൻസർ എന്നാ പറയുക, ഖിൻസർ, ബിൻസർ. പിന്നെ മധ്യവിരലിന് ഉസ്ത എന്നാ പറയുക, ഉസ്ത. ഈ വിരലുണ്ടല്ലോ, ചൂണ്ട് വിരൽ, അതിന് സബ്ബാബ എന്നും സബ്ബാഹ എന്നും പറയും. സബ്ബാഹ, സബ്ബാബ. സബ്ബാബ എന്ന് പറഞ്ഞാൽ, സബ്ബാന ചീത്ത പറഞ്ഞു എന്നാണ്, ശകാരിച്ചു. നമ്മൾ ഒരാളെ ശകാരിക്കുമ്പോൾ ഏത് വിരലാ ചൂണ്ട? നല്ല കരുതിക്കും അറിയില്ലേ, നല്ല കരുതിക്കുക. അതിന് ഈ വിരലാ ചൂണ്ട. അതുകൊണ്ടാണ് ഇതിന് സബ്ബാബ എന്ന് പേര് അല്ലേ. സബ്ബാഹ എന്ന് പറയും തസ്ബീഹ് എടുക്കുന്ന വിരൽ. തസ്ബീഹ് എടുക്കുന്ന വിരൽ, നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ എങ്ങനെ തസ്ബീഹ് അല്ല, ഈ വിരലാണ് തസ്ബീഹിന് വേണ്ടിയിട്ട് ഈ വിരൽ. പിന്നെ നമ്മൾ ദിക്റുകൾ മൊത്തത്തിൽ ഇപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയതായ അതൊക്കെ തസ്ബീഹിൽ മൊത്തത്തിൽ പറയും. അതിലൊക്കെ നമ്മൾ വിരലാണ് ഉയർത്തുക. ഇതല്ലേ. അപ്പോൾ ദിക്റിനുള്ള, അതേപോലെ തന്നെ ഈ സബ്ബാബക്കുള്ള വിരലാണ് ചൂണ്ട് വിരൽ. അതുകൊണ്ട് അതിന് സബ്ബാബ എന്നും പേരുണ്ട്, സബ്ബാഹ എന്നും പേരുണ്ട്. പിന്നെ ഈ തള്ള വിരൽ, അതിന് ഇബ്ഹാം എന്നാ പറയാം, ഇബ്ഹാം. ഇത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ വിരലിനും ഓരോ പേര്. ഇനി മാത്രമല്ല, ഒരു വിരലിൻ്റെ ഉണ്ടല്ലോ, ഈ വിരലിൻ്റെ അഗ്രഭാഗങ്ങൾക്ക് ഓരോന്നിനും വേറെ പേര്, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ ഈ ബന്ധങ്ങളുണ്ടല്ലോ, അതിനൊരു പേര്, റുസ്ഖ്, കൂഴ്, കുർസൂഴ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പേരുകളാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് ഇരുന്നാൽ തൻ്റെ വിരൽ ചൂണ്ടുമായിരുന്നതാണ്. ഇരുന്നാൽ അതേത് വിരല ചൂണ്ടുന്നത് സബ്ബാഹയാണ് അല്ലെങ്കിൽ സബ്ബാബയാണ്. അപ്പോൾ റസൂൽ ചില ഹദീസുകളിൽ കാണാം, മറ്റു വിരലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിൻസർ, ബിൻസർ, ഉസ്ത, ഇബ്ഹാം, ഈ വിരലുകൾ ചുരുട്ടി പിടിക്കും, സബ്ബാഹ ചൂണ്ടും, ഇത് ചൂണ്ടും. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഖിൻസറും ബിൻസറും മടക്കി പിടിക്കും, ഉസ്ത നടുവിരൽ അതും ഇബ്ഹാം തള്ള വിരലും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിക്കും, എന്നിട്ട് സബ്ബാഹ ചൂണ്ടും. അപ്പം ഇങ്ങനെ മനസ്സിലായില്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരൽ ചൂണ്ടിയിട്ട് നിസ്കരിച്ചിരുന്നു എന്നാണ്. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ചര്യ. കാന യുഹർരികുഹ വയദഉ ബിഹ, അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിരൽ ഇളക്കിയിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു. വിരലിളക്കിയിരുന്നു, ദുആ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ തശഹൂദിൽ അത്തഹിയാത്തു അൽ മുബാറക്കാത്ത് അല്ലെങ്കിൽ അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്ത് വത്തയ്യിബാത്ത്, തശഹൂദിന് പല രീതികളുണ്ട് സഹിയായി വന്ന. ഏത് രീതിയായാലും അതിലെ ദുആ വചനങ്ങൾ വരുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ദുആയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാ സ്വാലിഹീൻ എന്ന് തുടങ്ങുന്നത് ദുആയാണ്. അതേപോലെ സലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ഇതൊക്കെ ദുആയാണ്. ആ സന്ദർഭങ്ങളിലൊക്കെ ഈ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളത് സഹിഹായ ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു, യുഹർരികുഹാ വയദഉ ബിഹാ, സഹിഹായ ഹദീസിൽ വന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ കാനല യുഹർരികുഹാ, റസൂലുള്ളാഹി വിരൽ ഇളക്കുമായിരുന്നില്ല എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ മുഖവിലൊക്കെ എടുത്തിട്ട് ചിലർ പറഞ്ഞ് വിരൽ ഇളക്കാൻ പാടില്ല, ചൂണ്ടാനേ പാടുള്ളൂ. പക്ഷേ 2 റിപ്പോർട്ടും ഇളക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ. പക്ഷേ ഇനി അതിനെ സഹിയാണെന്ന് വെച്ചാൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി ഇളക്കിയിരുന്നില്ല, പിന്നെയോ ചിലപ്പോഴൊക്കെ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളതാണ്. അത് ദുആയുടെ സന്ദർഭങ്ങളിൽ. അങ്ങനെയാകുമ്പോൾ എല്ലാ ഹദീസും പരിഗണിക്കലായി
വിരലിളക്കിയിരുന്നു എന്നുള്ള ഹദീസ്, അത് സഹിഹായ ഹദീസാണ്. ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ആ ഹദീസിനെ സഹിയാക്കുകയും അതുകൊണ്ട് വിരലിളക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പൂർവ്വകാലത്തും പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിരൽ ചൂണ്ടണം എന്നുള്ളത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാരണത്താൽ വിരൽ ചൂണ്ടി. 2 വിരൽ ചൂണ്ടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്താ പറഞ്ഞത്? അഹൈദ് അഹൈദ്. എന്താ അഹൈദ് അഹൈദ്? ഒരു വിരൽ ചൂണ്ടിയാൽ മതി. എന്തിനാണത് ചൂണ്ടുന്നത്? അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട്. എന്താ അഹീദ് എന്നുള്ള പ്രയോഗം നോക്കി നിങ്ങൾ. അൽ അഹദ് എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്നാണ് അഹീദ് എന്നുള്ളതിൻ്റെ വരവ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ ഘോഷിക്കുക, പറയുക, അത് നമ്മൾ ഇപ്പോൾ തശഹ്ഹുദിലൊക്കെ ഇவ்விധം പ്രകാശിപ്പിക്കുക എന്നുള്ളത് ദീനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന് പേരറിയിക്കുന്ന ചില സംഭവങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉണർത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ പറയാണ്, ലയസ്അലന്നകുമുൻ നാസു അൻ കുല്ലി ഷൈഇൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജനങ്ങൾ നിങ്ങളോട് എല്ലാത്തിനെ കുറിച്ചും ചോദിക്കും. ഹത്താ യഖൂൽ, എത്രമാത്രം ജനങ്ങൾ പറയും, ഹാദല്ലാഹ് ഖലഖ കുല്ല ഷൈഇൻ, ഇത് അള്ളാഹു എല്ലാം പടച്ചിരിക്കുന്നു. ഫമൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹിനെ പടച്ചത്? ഇങ്ങനെയും ജനങ്ങൾ ചോദിക്കും. ആരാണ് അള്ളാഹിനെ പടച്ചത് എന്നും ജനങ്ങൾ ചോദിക്കും. ഫൈദാ ഖാലൂ ദാലിക്, ജനങ്ങളുടെ ചോദ്യം അത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ അങ്ങനെ ചോദിച്ചാൽ, ഫഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹു അഹദുൻ, അല്ലാഹു അഹദുൻ, അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം പരാശ്രയമുക്തനാണ്, അവൻ എല്ലാവർക്കും ആശ്രിതനായിട്ടുള്ളവനാണ്. അല്ലാഹു സമദാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അല്ലാഹു ആരുടെയും സന്താനമായിട്ടോട്ട് ജനിച്ചിട്ടുമില്ല. അതെന്തിനാ പറഞ്ഞാൽ അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന്? അല്ലാഹു ആരുടെയും സന്തതിയായിട്ട് ജനിച്ചിട്ടില്ല എന്ന്. ഇവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവായിട്ട് കാണുന്നവർ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ഇവിടെ ജനിച്ച ആളാണ്. അതേപോലെ തന്നെ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് മലക്കുകളെ ചിത്രീകരിക്കുന്നുണ്ട്. ആര്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അള്ളാഹിൻ്റെ പെൺമക്കൾ. അള്ളാഹു ആർക്കെങ്കിലും ജന്മം നൽകിയാണ്? ലം യലിദ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെയും സന്തതിയായിട്ടൊട്ട് ജനിച്ചിട്ടുമില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അതാണ് അവിടെ പറയാൻ പറയുന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല. പടപ്പുകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ്, പടച്ചോന് തുല്യമായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ പടച്ചോൻ ആരാകാൻ പാടില്ല. പടച്ചോൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടവൻ ആവാൻ പാടുള്ളതല്ല. അള്ളാഹു ഇവിടെ ഉള്ളവനാണ്. അള്ളാഹു ഇവിടെ ഉള്ളവനാണ്, ഉണ്ടായവനല്ല. അള്ളാഹു ഇവിടെ ഉള്ളവനാണ്, അവൻ സ്വയംഭൂവാണ്, അവൻ ഉണ്ടായവനല്ല. ഇതാണ് അള്ളാഹുവിനെ ആരുണ്ടാക്കി എന്നതിൽ പ്രതികരിക്കാൻ നമ്മളോട് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഈ സംഭവത്തിന് അനുബന്ധം പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരു വ്യക്തിൻ്റെ കൈ പിടിച്ചിട്ട്, എന്നിട്ട് അദ്ദേഹം പറയാണ്, സദഖല്ലാഹു വ റസൂലു, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതും സത്യമാണ്. എന്നിട്ട് അബൂ ഹുറൈറ പറയാണ്, എന്നോട് ഖദ് സഅലനി ഇസ്നാനി വഹാദ സാലിസ്, രണ്ടാൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇതാ മൂന്നാമത്തെ ഒരാൾ കൂടി ഇത് ചോദിച്ചിരിക്കുന്നു. ഫവല്ലാഹി ഇന്നി ലജാലിസുൻ യൗമൻ ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് ഖാല ലി റജുലുൻ മിൻ അഹ്ലിൽ ഇറാഖ്, ഇറാഖിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഹാദല്ലാഹു ഖലഖനാ ഫമൻ ഖലഖല്ലാഹ്, അള്ളാഹു ഇതാ നമ്മളെ പടച്ചിരിക്കുന്നു, അള്ളാഹിനെ ആരാ പടച്ച്? ഇറാഖിൽ നിന്ന് വന്നിട്ടാണ് ചോദിക്കുന്നത്. ഖാല അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഫജഅൽതു ഉസ്ബുഅയ്യ ഫീ ഉദുനയ്യ, ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ വിരലുകൾ ഞാൻ എൻ്റെ ചെവിട്ടിൽ തിരുകി. എന്നിട്ട് സുമ്മസിഹ്തു, എന്നിട്ട് ഞാൻ അട്ടഹസിച്ചു. ഫഖുൽത്ത്, ഞാൻ അട്ടഹസിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? സദഖല്ലാഹു വ റസൂലു, അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് സത്യമാണ്, സത്യമായി ആണ്. അല്ലാഹുൽ വാഹിദുൽ അഹദ്, അള്ളാഹു അവൻ ഏകനാണ്. അതേപോലെ അള്ളാഹു
അസ്സമദ്, അല്ലാഹുൽ വാഹിദു സമദ്, അല്ലാഹു വാഹിദാണ്, ഏകനാണ്, അവൻ സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിട്ട് അബൂ ഹുറൈറ പറഞ്ഞ് പറയാണ്, അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് കല്ല് വാരി, അഖദ അബൂ ഹുറൈറത്ത ഹസൻ ബികഫി, കുറച്ച് കല്ല് വാരിയതിന് ശേഷം ഫറമാഹും, ഈ ചോദിച്ചു വന്നവരുണ്ടല്ലോ, 3 ആളാ ചോദിച്ചു വന്നത്, അവരുടെ നേരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖൂമു, എഴുന്നേറ്റ് പോയിക്കോളീൻ, സദഖ ഖലീലി, എൻ്റെ ഖലീൽ പറഞ്ഞത് സത്യമാണ്, എൻ്റെ ഖലീൽ പറഞ്ഞത് സത്യമാണ് എന്ന് പറയണ്ടേ. എന്താ പറഞ്ഞത്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കലയെക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, എന്ത്, ലേസ് അലന്നക്കുമുന്നാസ് അൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിനെക്കുറിച്ചും ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരവസ്ഥ വരും. എത്രത്തോളം? ഹാദല്ലാഹു ഖലഖ കുല്ല ഷൈഇൻ, അള്ളാഹു ഇതാ എല്ലാത്തിനെയും പഠിച്ചിരിക്കുന്നു, ഫമൻ ഖലഖൽ, അള്ളാഹിനെ പഠിച്ചത് ആരാണ്, അതുവരെ ചോദിക്കുന്ന ഒരവസ്ഥ ജനങ്ങൾക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതാണ് ഇവിടെ എന്ത് ചെയ്യണത്, അബൂ ഹുറൈറ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു വന്ന ഇറാഖികളെ അബൂ ഹുറൈറ എറിഞ്ഞാട്ടി എന്നാണ് ആ സംഭവത്തിലുള്ളത്. ഇറാഖ് പണ്ടേ പ്രശ്ന സങ്കീർണമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറേ, അതിൻ്റെ അർത്ഥം എല്ലാ ഇറാഖുകാരും അങ്ങനെയാണ് എന്നുള്ളതല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇറാഖിൻ്റെ വിഷയത്തിൽ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലി കൊല്ലപ്പെട്ടത് എവിടെ? ഇറാഖിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ വധിക്കപ്പെട്ടത് എവിടെയാണ്? ഹുസൈൻ, കർബലയിൽ, ഇറാഖിലാണ്. മനസ്സിലായില്ലേ? നബി കുടുംബത്തിൽ പെട്ട മഹത്തുക്കൾ ഹുസൈൻ്റെ തലങ്ങും വിലങ്ങും നിഷ്ഠൂരമായി വധിക്കപ്പെട്ടത് എവിടെയാണ്? ഇറാഖിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർബല എന്ന പേര് കേട്ടപ്പോൾ തന്നെ കർബുൻ വബല, പരീക്ഷണം, ഞെരുക്കം, ക്ലേശം, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് അതിനോട് പ്രതികരിച്ച് വരെ ചില അസറുകളിൽ കാണുവാൻ സാധിക്കും. അന്ന് നനഞ്ഞ ആ രക്തത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് ഇറാഖിൽ പിന്നെ വറ്റിയ ഒരു ചരിത്രം നമ്മൾ ഇറാഖിൻ്റെ ചരിത്രത്തിൽ വായിക്കണില്ല. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇറാഖിനെ ചൂണ്ടി പിന്നെ പറഞ്ഞില്ലേ, അൽ ഫിത്നത്ത് ഹാഹുന, കുഴപ്പങ്ങൾ അവിടെ നിന്നാണ് തലപൊക്കി വരിക എന്ന് പറഞ്ഞില്ലേ. അതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തികഞ്ഞ ചില മുന്നറിയിപ്പുകൾ, വഹീനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ ചില വിവരങ്ങൾ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാനുണ്ട്. സഹാബികൾ റസൂലുള്ളാഹി യമനിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹും ബാരിക് ലനാ ഫി യമനിന, ഞങ്ങളുടെ യമനിൽ അള്ളാഹുവെ നീ ബർക്കത്ത് ചൊരിയണമേ, വഫി ഷാമിന, ഷാമിലും നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പറയാണ് വഫി നജിദിന, ഞങ്ങളുടെ നജിദിലും. നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറേബ്യൻ ഉപദ്വീപിലുള്ള നജിദല്ല. നജിദ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടിയത് ഇറാഖിൻ്റെ ഭാഗത്തേക്കാണ്. ഇറാഖിൽ നജിദ് ഉണ്ട്, അവിടേക്ക് നജിദ് എന്ന് പറയും. ആ നജിദിൽ ബർക്കത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ഇറാഖിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞത് അവിടെ നിന്നാണ് കുഴപ്പങ്ങൾ നാമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ വിഷയങ്ങൾ പറയേണ്ടായത്. മനസ്സിലായി? അതുപോലെയാണ് സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം എത്ര ഫിത്നകൾ. ജമൽ യുദ്ധം എവിടെ നടന്നത്? ജമൽ യുദ്ധം ഇറാഖിലാണ് നടന്നത്. സിഫീൻ യുദ്ധം എവിടെ നടന്നത്? ഇറാഖിലാണ് നടന്നത്. അതേപോലെ ചരിത്ര പ്രസിദ്ധമായ നെഹ്റുവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് നടന്ന തഹ്കീമിൻ്റെ സംഭവം എവിടെ നടന്നത്? ഇറാഖിലാണ് നടന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിച്ചു മദീനയിൽ വെച്ച്. എന്നിട്ട് ഈ വധിച്ച ആളുകൾ, അവരുടെ എണ്ണം 2000 അല്ലെങ്കിൽ കൂടിയാൽ 6000 വരെ എണ്ണപ്പെടുന്നു. ഈ ആളുകൾ എവിടേക്കാണ് ഉൾവലിഞ്ഞത്? ഉസ്മാനെ വധിച്ചിട്ട് ഇറാഖിലേക്കാണ് ഉൾവലിഞ്ഞത്. മനസ്സിലായി? കുറേ വിഷയങ്ങൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം പിന്നെ ആ നാട് മുഴുവൻ പിന്നെ മോശമാണ് എന്നുള്ള അർത്ഥത്തിലുള്ള നാട്ടുകാർ അങ്ങനെയാണെന്നുള്ളത്. ഇറാഖ് സമ്മാനിച്ച പണ്ഡിതന്മാരെത്രയാണ്? കൂഫയും ബസ്രയും സമ്മാനിച്ച ഉലമാക്കൾ എത്രയാണ്? അവിടങ്ങളിൽ ജീവിച്ച മഹത്തുക്കൾ എത്രയാണ്? ഇസ്ലാമിക ലോകത്തിന് നൽകിയ വൈജ്ഞാനിക സംഭാവനകൾ ഇറാഖ് എത്രയാണ്? പക്ഷേ അതിൻ്റെ അർത്ഥം പല ഫിത്നകളും പല കുഴപ്പങ്ങളും അതേപോലെ പിഴച്ച കക്ഷികളും നാമ്പെടുത്തത് ഇറാഖിൽ നിന്നാണ് എന്നതിന് അതൊരിക്കലും എതിരാവുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങൾക്കും സലാമത്തേകുമാറാവട്ടെ. ഏതായാലും നമ്മളിവിടെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അഹദ് എന്നുള്ള
നാമം പരാമൃഷ്ടമായ ചില സംഭവങ്ങളാണ്. ഇനി മറ്റൊന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. എന്താ അള്ളാഹു പറഞ്ഞത്? യഷ്തുമുനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു. അള്ളാഹു പറയാണ് മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു. വമാ യംബഗി ലഹു അൻ യഷ്തിമനി, എന്നെ ആക്ഷേപിക്കുക എന്നുള്ളത് മനുഷ്യന് പാടുള്ളതല്ല. വയുകദ്ദിബുനി, മനുഷ്യൻ എന്നെ കളവാക്കുന്നു. വമാ യംബഗി ലഹു ദാലിക്, കളവാക്കുക എന്നുള്ളത് മനുഷ്യന് പാടുള്ളതല്ല. അള്ളാഹിനെ കളവാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അള്ളാഹുവിനെ ആക്ഷേപിക്കുക എന്നുള്ളത് മനുഷ്യന് പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. എന്നിട്ട് എന്താണ് മനുഷ്യൻ്റെ ആക്ഷേപം? ഫഅമ്മാ ശതുമുഹു ഇയ്യായി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ ആക്ഷേപം? ഫഖൗലുഹു, മനുഷ്യൻ ഇങ്ങനെ പറയുന്നതാണ്. എന്ത്? ഇത്തഖദല്ലാഹു വലദ, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈസാ നബി അള്ളാഹിൻ്റെ സന്താനമാണെന്ന് നസാറാക്കൾ പറഞ്ഞു. ഉസൈർ പ്രവാചകൻ അള്ളാഹുവിൻ്റെ സന്താനമാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞതാണ് അള്ളാഹുവിനുള്ള ശകാരം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ് വഅനൽ അഹദു സമദ്, ഞാൻ ആരാണ്? അള്ളാഹു പറയാണ് ഞാൻ അൽ അഹദ്, ഏകനാണ്. അസമദ്, പരാശ്രയമുക്തനായ നിരാശ്രയനാണ്. ലം അലിദ് വലം ഊലദ്, ഞാൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ഞാൻ ഒരാളുടെയും സന്തതിയായിട്ട് ജനിച്ചിട്ടുമില്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് തുല്യമായി ആരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയാണ് ഫസുബ്ഹാനി, സുബ്ഹാനി എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു തന്നെ പരിശുദ്ധാക്കണം. അള്ളാഹു സ്വന്തത്തെ പരിശുദ്ധാക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അള്ളാഹു പ്രഖ്യാപിക്കണം. ഫസുബ്ഹാനി അൻ അത്തഖിദ സാഹിബത ഔ വലദ, ഞാൻ ഒരു ഇണയെ സ്വീകരിക്കുക, ഒരു സന്തതിയെ സ്വീകരിക്കുക എന്നതിൽ നിന്ന് ഞാൻ പരിശുദ്ധനാകുന്നു. എന്നിട്ട് അള്ളാഹു പറയണം വഅമ്മാ തക്ദീബുഹു ഇയ്യായി, മനുഷ്യൻ എന്നെ കളവാക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്താ മനുഷ്യൻ്റെ കളവാക്കൽ? ഫഖൗലു, അത് മനുഷ്യൻ ഇങ്ങനെ പറയലാണ് ഇന്നി ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാൻ, മനുഷ്യൻ പറയുകയാണ് അള്ളാഹ്ക്ക് സാധിക്കൂലാന്ന്. എന്തിന് സാധിക്കൂല? മനുഷ്യൻ മരിച്ച് മൺമറഞ്ഞാൽ അവനെ പുനഃസൃഷ്ടി നടത്താൻ, മരിച്ച മനുഷ്യൻ അവൻ മണ്ണായാൽ അസ്ഥിപഞ്ചരായാൽ പിന്നെ പുനഃസൃഷ്ടി നടത്താൻ, പരലോകത്തേക്ക് അവനെ വീണ്ടും ജനിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കൂല എന്ന് മനുഷ്യൻ ജൽപ്പിക്കുന്നു. അതാണ് മനുഷ്യൻ എന്നെ കളവാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു പറയാണ് വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതി, മനുഷ്യനെ ആദ്യ തവണ ആരാ സൃഷ്ടിച്ചത്? മനുഷ്യനെ ആദ്യ തവണ സൃഷ്ടിച്ചത് അള്ളയാണ്. ആ മനുഷ്യനെ ഒന്നുകൂടി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, മടക്കി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആദ്യം സൃഷ്ടിച്ചതിനേക്കാൾ നിസ്സാരമാണ്. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, ഉണ്ടായ മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പുനഃസൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. പക്ഷേ ബഹുദൈവ വിശ്വാസികൾ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർ പുനർജന്മത്തെ നിഷേധിച്ചു. മനുഷ്യർ പരലോക കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് നിഷേധിച്ചു. അവർ പറയാണ് മൈ യുഹീൽ ഇമാം വഹിയ റമീം, എല്ലുകൾ നുരുമ്പി ജീർണിച്ചതിന് ശേഷം ആ പൊടി ആരാണ് പുനർജനിപ്പിക്കുക? അവർ ചോദിക്കുകയാണ്. അപ്പം എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹ അവ്വല മർറ, ആദ്യ തവണ അതിനെ ആരാണ് സൃഷ്ടിച്ചത്? ആ അള്ളാഹു തന്നെ അതിനെ പുനർജനിപ്പിക്കും എന്ന് പറയാണ്. പക്ഷേ ആദ്യ തവണ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹ് എന്ന് പറയുന്ന മുശ്രിക്ക് പുനർജന്മത്തെ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുകയാണ്. അതിന് അള്ളാഹ്ക്ക് കഴിയൂല എന്ന് പറയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവരുടെ ഭംഗത്തെ ബുദ്ധിശൂന്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അങ്ങനെയാണ് മനുഷ്യൻ എന്നെ കളവാക്കുന്നത് എന്ന്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന പേര് പരാമൃഷ്ടമായ ഹദീസുകൾ അത് കൈകാര്യം ചെയ്യുന്ന ചില സംഭവങ്ങളെയാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. ഒരു കാര്യം, അത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമസ്കാരങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ
ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. എന്താണ്? മിഹ്ജൻ ഇബ്നുൽ അദ്റ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചു. ഫൈദാ റജുലുൻ, അപ്പോൾ അതാ പള്ളിയിലൊരു വ്യക്തി, ഖദ് ഖളാ സലാത്തഹു വഹുവ യതശഹദ്, നിസ്കാരം അവസാനിപ്പിച്ചിട്ട് തശഹൂദിലാണ്. തശഹൂദിൽ അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഒരു മനുഷ്യരിയ്ക്കാൻ. ഫഖാല, ആ ഇരിക്കുന്ന വ്യക്തി തശഹൂദിൽ ചൊല്ലുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അൽ അഹദു സ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. തശഹൂദിൽ ഒരു വ്യക്തി ദുആ ചെയ്യാണ്. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അൽ അഹദു സ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതൊരു വ്യക്തി ദുആ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കണം അത്തഹിയ്യാത്തിൽ, തശഹൂദിൽ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ച് പറഞ്ഞത്, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു. അയാൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടാൻ, പാപങ്ങൾ മായ്ക്കപ്പെടാൻ കരണീയമായൊരു ദുആയാണ് തശഹൂദിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആ. നമ്മൾ അൽ അഹദ് എന്നുള്ള പേര് ഇവിടെ പഠിക്കുമ്പോൾ ആ പേര് അള്ളാഹുവിന് നമ്മൾ സമ്മതിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ട ഒരു ദുആ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കൊക്കെ പൊറുക്കപ്പെടാൻ കുറേ തെറ്റുകളുണ്ട്, കുറേ വീഴ്ചകൾ നമുക്ക് നികത്തപ്പെടാനുണ്ട്. അള്ളാഹുവിൻ്റെ കോടതിയിൽ തല ഉയർത്തി നിൽക്കാൻ നമുക്കൊരു അവസരം നിഷേധിക്കപ്പെടുമാറാണ് നമ്മളുടെ പല രാവുകളും, നമ്മളുടെ സ്വകാര്യതകളും, ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ നമ്മുടെ പല അവസരങ്ങളും, നമ്മുടെ കണ്ണുകൾ കണ്ടത്, നമ്മുടെ കാതുകൾ കേട്ടത്, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞത്, കൈകൾ കൊണ്ട് നമ്മൾ ചെയ്തത്, നമ്മൾ നടന്നു പോയ കുറേ കുറ്റകൃത്യങ്ങളുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ മാപ്പാക്കപ്പെടണം എന്നൊക്കെ നമ്മളാക്ക് ആഗ്രഹമുണ്ട്, ഉത്കടമായിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, പാപങ്ങൾ മായ്ക്കപ്പെടാൻ, കുറ്റങ്ങൾ അതിൽ മാപ്പരുളപ്പെടാൻ അതിനുവേണ്ട ദുആവചനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട കർമ്മങ്ങൾ നമ്മൾ യഥാവിധം നിർവഹിക്കുക എന്നുള്ളതാണ്. തെറ്റുകൾ പൊറുക്കുവാൻ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, തിന്മകളെ പോക്കാൻ സുഹൃതങ്ങളുണ്ട്. ആ സുഹൃതങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുക. ദുആവചനങ്ങളെ നമ്മൾ പ്രാവർത്തികാക്കുക. തശഹുദിൽ ഈ വ്യക്തി ചൊല്ലിയ ഈ ദുആ നോക്കൂ നിങ്ങൾ, ഒരു വരിയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ ഞാനിതാ നിന്നോട് യാചിക്കുന്നു എന്നാണ്. അല്ലാഹുവേ നിന്നോട് ഇതാ ഞാൻ യാചിക്കുന്നു. എന്നിട്ട് അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ പറയാണ്. യാ അല്ലാഹ് എന്താ? അൽ അഹദ് അസ്സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്കറിയാം അള്ളാഹിൻ്റെ ഈ വിശേഷണങ്ങളുടെ മാന എന്താണെന്നുള്ളത്, അർത്ഥം എന്താണെന്നുള്ളത്. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അൽ അഹദു സമദു അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അൻ തഗ്ഫിറ ലി ദുനൂബി, എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പൊറുക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ എല്ലാം പൊറുക്കുന്നവനും കരുണ ഏകുന്നവനുമാണല്ലോ. ഇതാണ് ദുആ. മനസ്സിലല്ലേ? എന്താ പ്രതികരണം? അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ദുആ കേട്ട് പറയുന്നത് ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെട്ടു എന്ന് 3 തവണ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കേണ്ടായി. അപ്പോൾ ഇത്തരം ദുആവചനങ്ങൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിൻ്റെ അൽ അലീം അല്ലെങ്കിൽ ആലീം അല്ലാം എന്നുള്ള പേരുകൾ പറഞ്ഞില്ലേ? ആ പേരുകളിൽ ഞാനിവിടെ ഉണർത്താൻ വിട്ടുപോയൊരു വിഷയമാണത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻ്റെ മകൻ അബ്ബാൻ പറയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. നമ്മൾ രാവിലെ 3 തവണ ചെല്ലണത്, വൈകുന്നേരവും 3 തവണ ചെല്ലണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അത് 3 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണവും പെട്ടെന്ന് അയാളെ ബാധിക്കൂല എന്നാണ്. ഒരു ദുരിതവും പരീക്ഷണം എന്നോണം പെട്ടെന്ന് അയാളെ ബാധിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രാവിലെ 3 തവണ ചെല്ലണം, വൈകുന്നേരം 3 തവണ ചെല്ലണം. അബ്ബാന് പറയാണ്, ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്നൊരു കോച്ചിലുണ്ടായി, ഒരു പ്രയാസം, ഒരു കോച്ചിലുണ്ടായി. അബ്ബാന് പറയാണ്, എനിക്കിത് എന്താ ഉണ്ടായതെന്നറിയോ? ഇന്ന് ഞാൻ അല്പം ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാവചനം നിത്യമാക്കിയിരുന്ന ഞാൻ ഇന്നത് ചൊല്ലാൻ വിട്ടുപോയി, ഞാനത് ചൊല്ലാൻ വിട്ടുപോയി. അതിനാലാണ് എനിക്ക് ഈ
പ്രയാസം നേരിടേണ്ടി വന്നത് എന്ന് അബ്ബാൻ പ്രതികരിക്കേണ്ടതാണ്. അപ്പോൾ എന്താ ഇവിടെ വിഷയം? നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകൾ ഇവിടെ പഠിക്കുമ്പോൾ കേവലം അള്ളാഹിൻ്റെ പേരുകൾ പഠിച്ചു പോകുക മാത്രമല്ല, പിന്നെയോ അതോടനുബന്ധിച്ച് കുറേ ചരിത്രങ്ങൾ, കുറേ അദബുകൾ, കുറേ ഫിഖ്ഹി വിഷയങ്ങൾ, അതോടൊപ്പം നമ്മുടെ നിത്യജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ, ധന്യമാക്കുവാൻ കുറേ ദുആവുകൾ, ഇതൊക്കെയും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നതോടൊപ്പം അവ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. നമ്മുടെ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ കൗസറിൽ നിന്ന് കുടിച്ച് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചു വരുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് കൺകുളിർമയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഒരു ഇടമേകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്തുദ് വത്അതക على من ظلم المسلمين. اللهم اشدد وطأتك على من ظلم المسلمين. اللهم اشدد وطأتك على من ظلم المسلمين وآذاهم. اللهم احفظ لي هذه البلاد، بلاد الحرمين الشريفين، أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.